ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അല്ല നിങ്ങളെല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണിത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഒരു ഹോം മെയ്ഡ് ഫേസ് പാക്കിനെ പറ്റി പറയാനാണ് വന്നിരിക്കുന്നത്. ഇത്ര യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്ര ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വേറെ ഇല്ല ഗൈസ്. ഒരു ഹോം മെയ്ഡ് ഒരു ഫേസ് പാക്കിന് ഇത്ര റിസൾട്ട് എന്താ പറയുക, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ലേ. ഞാനൊരു വണ്ടർ അടിച്ച് പോയ ഒരു ഫേസ് പാക്കിനെ പറ്റി പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങളുടെ മസ്റ്റ് ട്രൈ ലിസ്റ്റിലുള്ള ഒരു കാര്യമായിരിക്കണം ഇത്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എന്താ പറയുക, എന്നെ സപ്പോർട്ട് ചെയ്യുമോ അല്ലെങ്കിൽ എന്താ പറയുക അൺസബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്യാം. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ, കാരണം എനിക്ക് 100% ഉറപ്പുണ്ട് നിങ്ങൾക്കിത് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം അത്രയ്ക്ക് നല്ല എന്താ പറയുക, അത്രയ്ക്ക് റിസൾട്ട് വരുന്ന ഇതാണ് നമ്മുടെ പാക്ക്. അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്ന എനിക്ക് ഉറപ്പുള്ള, ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു ഫേസ് പാക്കിനെ പറ്റി പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം എന്താ പറയുക, ചുമ്മാതെ എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ അൺസബ്സ്ക്രൈബ് ചെയ്തോളൂ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം എനിക്ക് അത്രയ്ക്ക് വിശ്വാസം ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പം നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത്. ഓക്കെ, ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഫേസ് എല്ലാം ഒന്ന് ഹൈഡ്രേറ്റ് ആവും, നല്ല രീതിയിൽ നല്ല സ്മൂത്ത് ആൻഡ് ഗ്ലോ ആയിട്ട് കിട്ടിയിരിക്കും നമ്മുടെ സ്കിന്ന്. പിന്നെ ഞാൻ എന്താ പറയുക, നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് എൻ്റെ അകത്ത് ആഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ല ഗുണങ്ങളുള്ള 2 സാധനങ്ങളാണ്. അതിലൊരു സാധനം എന്ന് പറഞ്ഞാൽ ഒരു ഐറ്റം നല്ല അടിപൊളി സാധനമാണ്. അതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. വൈറ്റമിൻ ബി ഉണ്ട്, സി ഉണ്ട്, ഇ ഉണ്ട്. ഇതെല്ലാം നമ്മുടെ വൈറ്റമിൻ ഇ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നല്ല അടിപൊളിയായിട്ട് വേണ്ട സാധനം. മിനറൽസ് ഉണ്ട്. അങ്ങനെ നല്ല ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ സ്കിന്നിൻ്റെ. നമ്മളാണെങ്കിൽ പ്രായമാകും തോറും നമ്മുടെ ആഗ്രഹം എന്താ, പ്രായം കുറഞ്ഞു തോന്നിക്കണം എന്നാണല്ലോ. അപ്പം പിന്നെ നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങളല്ലേ കൂടുതൽ ഉപയോഗിക്കാൻ നോക്കുക. ഇതൊരു ആൻറ്റി ഏജിങ് റെമഡി എന്ന് വേണേൽ പറയാം. അത്രയ്ക്ക് നല്ല അടിപൊളി സാധനമാണ്. നല്ല എന്താ പറയുക, നമ്മുടെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ മാറി കിട്ടും. അങ്ങനെ നമ്മുടെ ഫേസിലെ ഇങ്ങനെ നമ്മൾ കുരു വന്നു കഴിഞ്ഞുള്ള കറുത്ത പാടുകളില്ലേ, അതൊക്കെ മാറി കിട്ടും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഐറ്റമാണ് ഈ സാധനം. അപ്പം നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ലിസ്റ്റിൽ ഇടേണ്ട അല്ലെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ഉറപ്പായിട്ട് യൂസ് ചെയ്യണം. നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണിത്. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോർക്കും വേറെ വല്ല നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന വല്ല ഫേസ് പാക്കുകളാണ്. അങ്ങനെയൊന്നുമല്ല. നമ്മുടെ വീട്ടിൽ നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന ഒരു സാധനമാണിത്. അത്രയ്ക്ക് നല്ല എന്താ പറയുക, ഇത്രയും യൂസ്ഫുൾ ആണോ ഇതെന്ന് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഏതാനൊരു സ്റ്റോറി ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. ആ കല്യാണത്തിന് പോകുന്നതിൻ്റെ തലേ ദിവസം അപ്പം ഫേഷ്യലൊന്നും നമ്മൾ പാർലറിൽ പോയി ചെയ്തില്ല. അപ്പം ഞാനാണ് വെറുതെ ഞാൻ എന്താ പറയുക കടലമാവ് എടുത്തായിരുന്നു. അപ്പോൾ കടലമാവിനകത്ത് ഞാൻ പാലൊഴിച്ചാണ് സാധാരണ ഞാൻ അത് അപ്ലൈ ചെയ്യുന്ന ഫേസിൽ. അപ്പോൾ പാലെടുത്ത് മാറ്റി വെക്കാൻ മറന്നുപോയി. ഫുള്ള് പാലെടുത്ത് അങ്ങ് ചായ ഇട്ടു. അപ്പം ഞാൻ എന്ത് ചെയ്യും, വെള്ളം ഒഴിച്ച് എനിക്ക് ഇത് മിക്സാക്കാൻ വലിയ താല്പര്യമില്ല. അപ്പോഴാണ് ഞാൻ ഈ സാധനം, എനിക്കറിയത്തില്ല എൻ്റെ മൈൻഡിൽ അത് എങ്ങനെ വന്നു എന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ ഈ സാധനം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ ആരും ഉപയോഗിച്ചതായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞതായിട്ടോ ഞാൻ കേട്ടിട്ടില്ല. തലയിലൊക്കെ തല കഴുകാൻ ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ ചെയ്തിട്ടില്ല. തല ഞാൻ കഴുകിയിട്ടുമില്ല അത് ഉപയോഗിച്ച്. പക്ഷേ ഇത് ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. എന്നിട്ട് ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ വിചാരിച്ചു കടലമാവിൻ്റെ ആ ഒരു എഫക്റ്റ് ആയിരിക്കും എന്ന് കരുതി. കാരണം നല്ല ഗ്ലോ വന്നു, നല്ല രസം, നല്ല എന്താ പറയുക, മുഖത്തെ കരിവാള് പൊക്കെ മാറി, ഡാർക്ക്നെസ് ഒക്കെ മാറി, ഒന്ന് ബ്രൈറ്റ് ആൻഡ് ഗ്ലോ ആയി ഫേസ്. അപ്പം ഞാൻ വിചാരിച്ചത് എങ്ങനെ സംഭവിച്ചു കുറേ ഇങ്ങനെ ആലോചിച്ച് ഫൈനലി ഇന്ന് ഞാനത് കണ്ടുപിടിച്ചു. ഇന്ന് ഞാനിതിനെപ്പറ്റി ഭയങ്കരമായിട്ട് ഗവേഷണം നടത്തി കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിച്ചു. ഇതിന് ഇത്രയധികം ഗുണങ്ങളുണ്ട്. ഇതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. പിന്നെ ഇതിനകത്ത് മിനറൽസ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്. അങ്ങനെ നല്ല സൂപ്പർ പോളി സാധനമാണ്. നമ്മുടെ ഫേസിന് ആൻറ്റി ഏജിങ് ആയിട്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. എന്താ പറയുക, നമ്മുടെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ പോകും. പിന്നെ നല്ല ബ്രൈറ്റ് ആക്കും ഫേസിനെ. അങ്ങനെ
ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സ്കിന്നിന് വളരെ അധികം എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണോ അതെല്ലാം ഈ ഒരു സാധനത്തിനകത്തുണ്ട്. നമ്മുടെ സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ടിരിക്കും, നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും. പിന്നെ നമ്മൾ എന്താ പറയുക, നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ ഇരിക്കും. ഒത്തിരി ഓയിലി ആയിട്ടൊന്നും തോന്നത്തുമില്ല, നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും, ഓയിലി ആയിട്ട് തോന്നത്തുമില്ല. അത്രയ്ക്ക് ഗുണങ്ങളുള്ള ഈ സാധനം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇതാണ് ഈ ഫേസ് പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം. നിങ്ങളോട് ഞാൻ പറയാം കേട്ടോ, നിങ്ങൾ വെയിറ്റ് ചെയ്യും. ഇതെന്താണെന്ന് ഞാൻ പറയാം. ഇത് നമ്മൾ നല്ലതായിട്ട് നമ്മുടെ മുഖത്തെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഞാൻ കൈകൊണ്ട് തന്നെയാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത്. മേക്കപ്പ് ചെയ്യുന്നതും കൈകൊണ്ട് തന്നെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എനിക്കാണെങ്കിൽ ഇങ്ങനെ അല്ലാതെ മറ്റേ ബ്രഷൊന്നും ഇട്ട് തേക്കുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥതയാണ്. അതുകൊണ്ട് ഞാനാണെങ്കിൽ എൻ്റെ കൈകൊണ്ട് തന്നെ ചെയ്യത്തുള്ളൂ. എനിക്ക് ഫേസിൽ വേറെ സാധനങ്ങളൊക്കെ ഇട്ട് മാന്തുമ്പോഴല്ല അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എനിക്കെന്തോ ഇഷ്ടമല്ല. നിങ്ങൾക്കോ? നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോ കേട്ടോ. ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങനെ ചെയ്യാണ്ടിരിക്കണ്ട. അപ്പം നിങ്ങൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് റിസൾട്ട് എന്തായാലും പറയണം കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾ റിസൾട്ട് പറയണം, അല്ലെങ്കിൽ എനിക്ക് സങ്കടമാകും, അത്ര തന്നെ. നിങ്ങൾ ഉറപ്പായിട്ടും ഇതിൻ്റെ റിസൾട്ട് പറയണം. എനിക്ക് 100% ഉറപ്പാണ്, ഇതാരൊക്കെ ട്രൈ ചെയ്യുന്നോ അവർക്കൊക്കെ 100% റിസൾട്ട് കിട്ടിയിരിക്കും. ഞാൻ ഗ്യാരണ്ടിയാണ് അതിന്, ഉറപ്പായിട്ടും. കാരണം ഞാൻ തന്നെ കണ്ട് ഞെട്ടിയ കാര്യമാണ് ഗൈസ്. ഞാൻ ഞെട്ടി. ഞാൻ എന്നിട്ട് എങ്ങനെ ഇങ്ങനെ ആയി എന്ന് ഞാൻ ചിന്തിച്ച് ഫൈനലി ഞാൻ കണ്ടുപിടിച്ചത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞു തന്നത്. ഞാൻ ഇങ്ങനെ ഒരു ഫേസ് പാക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നതിനെ പറ്റി ഞാൻ സത്യം പറഞ്ഞാൽ ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ ഇത്രയും നല്ല റിസൾട്ടോ അല്ലെങ്കിൽ ഇത്രയും നല്ല ഗുണങ്ങളും ഇതിനുണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ നിങ്ങൾക്കൊക്കെ പറഞ്ഞു തരണ്ടേ, അല്ലേ? പിന്നെ എന്താ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പറഞ്ഞു തന്നില്ലെങ്കിൽ എങ്ങനെ ശരിയാവുക? എല്ലാവരും അങ്ങോട്ട് വെളുത്തിട്ട് പാറിയാലോ, നമുക്ക് പാറി അങ്ങ് പോകുന്നു വേണ്ട, നമുക്ക് വെളുത്തിട്ടെന്നോ പാറി നടക്കാം. അപ്പം പിന്നെ ഇതെല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മൾ എന്ത് സാധനം ചെയ്താലും നമ്മുടെ ഈ കഴുത്തിലും കൂടെ തേച്ച് പിടിപ്പിക്കണം, അല്ലെങ്കിൽ പിന്നെ ഫേസ് വേറെ കഴുത്ത് വേറെ. എൻ്റെ ഡ്രസ്സിലൊക്കെ കുറച്ചായി നല്ല രീതിയിൽ കേട്ടോ. കാരണം നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തന്നത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞത് ഇത്ര ഉറപ്പിച്ച് ഞാനിത് പറഞ്ഞു തരുമോ? ഒരിക്കലും ഇല്ല. അപ്പം നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പേടിയാവുന്നുണ്ട് ഗൈസ്. നിങ്ങളെന്തായാലും ഇത് നമ്മൾ അന്നേരം കുറച്ച് നേരം വെക്കണം കേട്ടോ. കാരണം അറിയാമല്ലോ, കടലമാവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊന്ന് ഡ്രൈ ആവണം. അതുകൊണ്ടാണ് ഞാൻ ഈ കടലമാവിനകത്ത് തന്നെ ഇത് മിക്സ് ചെയ്യുന്നത്. കാരണം കുറച്ച് സമയം എടുത്താലേ ഇതൊന്ന് ഡ്രൈ ആവത്തുള്ളൂ. അപ്പോൾ അത്രയും നേരം ഇത് നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർവ് ആവുകയാണല്ലോ. അപ്പോൾ അത്ര നമ്മുടെ സ്കിന്നിന് ബെനിഫിറ്റാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാനാണെങ്കിൽ ഇത് എനിക്ക് കറക്റ്റ് ഞാനാണെങ്കിൽ 1 ടീസ്പൂൺ എടുത്തിട്ടുള്ള കടലമാവ് കേട്ടോ. 1 ടീസ്പൂണും കുറച്ചും കൂടി. അപ്പോൾ ഇത്രയും എൻ്റെ ഫേസിന് നെക്കിനും കൂടെ കറക്റ്റായി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നമ്മുടെ ഫുൾ ബോഡി വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കയ്യിലും കാലിലും വേണം ഉപയോഗിക്കാം. പിന്നെ ചിലർക്കൊക്കെ കഴുത്തിൻ്റെ ഇവിടെയൊക്കെ എന്താ പറയുക ഭയങ്കര ഡാർക്ക്നെസ് കാണുമല്ലോ. അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ടൊന്ന് പുരട്ടിയിട്ട് നല്ലതായിട്ട് ഡ്രൈ ആവുന്നിടം വരെ വിടുക. അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത്, പിന്നെ ഈ വാഷ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ചെറിയ ഇളം ചൂടുവെള്ളത്തിൽ നമ്മളൊന്ന് കഴുകി കളഞ്ഞ്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒപ്പിയെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അതിപ്പോൾ ഏത് ഫേസ് പാക്ക് ആണെങ്കിലും ഒരു ടിപ്സാണ് കേട്ടോ ഇത്. നമ്മൾ ഏത് ഫേസ് പാക്ക് ആണെങ്കിലും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളത് ക്ലീൻ ചെയ്യുമല്ലോ. നമ്മളത് വാഷ് ചെയ്ത് കളയുന്ന സമയത്ത് നമ്മളാണെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ ക്ലീൻ ചെയ്ത് കളയുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. പിന്നെ ആണെങ്കിൽ എന്താ പറയുക, ഞാൻ നമ്മുടെ സാധനം നിങ്ങളോട് പറഞ്ഞില്ലല്ലോ അല്ലേ? അത് വേറെ ഒന്നുമല്ല ഗൈസ്. അത് നമ്മുടെ കഞ്ഞിവെള്ളമാണ്. കണ്ടോ, കഞ്ഞിവെള്ളം വേണം നിങ്ങൾക്ക് കുടിക്കുകയും ചെയ്യാം. നമ്മൾ കഞ്ഞിവെള്ളം കുടിക്കുന്നത് നല്ലതാണ് അല്ല? നമ്മൾ എല്ലാവരും പറയത്തില്ലേ, നമ്മളിങ്ങനെ ക്ഷീണമൊക്കെ തോന്നുമ്പോൾ കഞ്ഞിവെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ഇതാണ് സംഭവം, വേറെ ഒന്നുമില്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മൾ എന്നും നമ്മുടെ വീട്ടിൽ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഒരു സാധനമാണ് ഈ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത്. ഇതിന് ഇത്രയും ഗുണങ്ങൾ, ഇത്രയും
അധികം ഗുണങ്ങളുണ്ടെന്ന് ഞാൻ ഇന്നാണ് മനസ്സിലാക്കിയത്. അപ്പം തന്നെ ഞാൻ വിചാരിച്ചായിരുന്നു നിങ്ങളോട് എന്തായാലും പറഞ്ഞു തന്നിട്ടുള്ളൂ കാര്യം. കാരണം എല്ലാവർക്കും വെളുക്കാനായിട്ട് ആഗ്രഹിക്കാത്തവരായിട്ട് ആരാണുള്ളത്? അല്ല, വെളുക്കണമെന്നല്ല, ഇനി ഇതിന് പറഞ്ഞ പൊങ്കാലയായിരിക്കും വെളുക്കണമെന്നൊക്കെ പറഞ്ഞാൽ. പക്ഷേ എല്ലാവരുടെ ഉള്ളിലുണ്ട് ഒന്ന് വെളുക്കണമെന്ന്. അല്ലെങ്കിൽ അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളവർ മാത്രം ഇത് ചെയ്ത് വെച്ചാൽ മതി, ബാക്കിയുള്ളവരങ്ങ് പോട്ടെ, നിങ്ങൾ ചെയ്യേണ്ട, കണ്ടോളൂ വീഡിയോ കാണുന്നതുകൊണ്ട് നമുക്ക് പരാതിയൊന്നുമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. മസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞാൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. 101% റിസൾട്ട് ഉറപ്പാണ്. കാരണം അത്രയ്ക്ക് റിസൾട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളെന്തായാലും ഫേസ് പാക്കൊക്കെ ഉപയോഗിക്കുന്നവരായിരിക്കുമല്ലോ. ഓൾമോസ്റ്റ് പെൺകുട്ടികളായാലും ചേച്ചിമാരായാലും ആൻറ്റിമാരായാലും അമ്മമാരായാലും ഇപ്പം എല്ലാവരും ഫേസ് പാക്കൊക്കെ അല്ലെങ്കിൽ ഹോം റെമഡീസൊക്കെ കണ്ടുപിടിച്ച് ചെയ്യുന്നവരാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് പണ്ടത്തെ പോലെ അല്ല, പണ്ടത്തെ അമ്മമാരെ പോലെ അല്ല ഇപ്പോഴത്തെ ഒരു ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോഴെല്ലാവരും അങ്ങനെ ഏജ് ലിമിറ്റ്സോ അല്ലെങ്കിൽ ഇന്ന ഏജിലുള്ളവരോ അങ്ങനെ ഒന്നുമില്ല. 2K ഇപ്പം പിന്നെ 2K കിഡ്സ് 90s 80s അങ്ങനെയൊക്കെ അല്ലേ. ഇപ്പം എല്ലാവരും അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേർ അമ്മമാർക്ക് വേണമെങ്കിൽ ഇതൊക്കെ ചെയ്ത് കൊടുക്കും, അങ്ങനെയല്ലേ. പണ്ടത്തെ പോലൊന്നും അല്ലല്ലോ. പണ്ട് അയ്യോ ഇനി വേണ്ട, ഈ പ്രായത്തിൽ ഇനി അങ്ങനെ ചെയ്യണോ, ഈ പ്രായത്തിൽ ഇങ്ങനെ ചെയ്യണോ, അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്നവരായിരുന്നു. പക്ഷെ ഇപ്പോഴുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇപ്പം എല്ലാവരും നല്ല നല്ല അടിപൊളിയായിട്ട് നടക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഇതൊരു നമ്മൾ ഡ്രൈ ആവുന്നിടം വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം. പിന്നെ ഓണമൊക്കെ ആയിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം? ഓണത്തിൻ്റെ കാര്യങ്ങളൊക്കെ എവിടെ വരെയായി? ഓണം സെലിബ്രേഷനൊക്കെ തുടങ്ങിയോ? നമ്മുടെ ഒരു ഓണം ഷൂട്ടിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ഒരു ഗെറ്റ് റെഡി ഇട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടായിരുന്നോ? കാണാത്തവരുണ്ടെങ്കിൽ അതെന്തായാലും പോയി കാണണം കേട്ടോ. കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അങ്ങനെ നമ്മുടെ പാക്ക് നന്നായിട്ട് ഡ്രൈ ആയിക്കൊണ്ടേ ഇരിക്കുന്നു ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എനിക്ക് ഒട്ടും സംസാരിക്കാൻ പറ്റുന്നില്ല, അനക്കാൻ പോലും പറ്റുന്നില്ല. കാരണം നമ്മളൊരു പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, എല്ലാം ഇങ്ങനെ വലിയുമല്ലോ. പിന്നെ സംസാരിക്കാതെ ഇരിക്കുന്നതാണ് നമുക്ക് നല്ലത്. പിന്നെ നമ്മുടെ ഈ ഒരു പാക്കിൻ്റെ വേറൊരു ഗുണം ഞാൻ വിട്ടുപോയതാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിൻ്റെ സെൽസൊക്കെ ഇത് റിപ്പയർ ചെയ്യും. അപ്പം നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോയിങ് സ്കിന്നായി മാറും. അപ്പം ഞാനാണെങ്കിൽ ഇതിന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. വാഷ് ചെയ്തിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം, ഓക്കെ? അപ്പോൾ ഫൈനലി നമ്മൾ നമ്മുടെ ഫേസ് പാക്കെല്ലാം നേട്ട കഴുകി കളഞ്ഞു. നല്ലതായിട്ട് വ്യത്യാസം, നല്ല വ്യത്യാസം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നല്ല മാറ്റമുണ്ട്. നിങ്ങൾക്ക് അത് ഈ വീഡിയോയിൽ കൂടി എത്രത്തോളം ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ നട്ട പാതിരാത്രി. ഇപ്പോൾ സമയം നേട്ട 12 മണിയാവുന്നു, 12 മണി കഴിഞ്ഞു, 12:30 ഗൈസ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നട്ട പാതിരാത്രിക്ക് ഇരുന്നെടുത്തത്. അപ്പോൾ എന്തായാലും എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം, ഓക്കെ? അതിപ്പോൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ഓക്കെ? അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ സീ യു. പിന്നെ ഒരു കാര്യം, നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റിലേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് 100% ഉറപ്പുണ്ട് ഈ ഒരു പാക്ക് നിങ്ങൾക്ക് എന്തായാലും 100% നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടേക്ക് എനിക്ക് ഉറപ്പാണ് ആ കാര്യത്തിൽ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉറപ്പിച്ച് പറയുന്നത്. അപ്പോൾ നിങ്ങളെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ ബൈ സീ യു.